الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته أوصيكم أولا بتقوى الله. വളരെ മഹത്വമുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദുൽഖഅദ മാസം പവിത്രമാണ്, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം. ഈ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ സമയത്ത് ഉണർത്തുകയാണ്. ആദ്യ അവസാനം കേട്ടുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളണമേ എന്ന് ഉണർത്തുകയാണ്. ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച എല്ലാ കർമ്മങ്ങളും നടക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതിൻ്റെ മുമ്പ് പഠിപ്പിച്ച നോമ്പിൻ്റെ മുമ്പ് പഠിപ്പിച്ച സക്കാത്ത്. നമുക്ക് വേണമെങ്കിൽ പലരും റമദാനിലാണ് കൊടുക്കാറുള്ളത്. ഇനി ഒരാൾക്ക് ദുൽഹിജ്ജ മാസത്തിൽ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കാം, സ്വതക്കകളുണ്ട്. അതുപോലെ തന്നെ ഹജ്ജുള്ള മാസം, അതാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത. ഹജ്ജ് വേറെ മാസങ്ങളിൽ ഒന്നുമില്ല, ഹജ്ജുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം എന്നുള്ളത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഒത്തുചേരുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് പ്രത്യേക പരിഗണനയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹിന്ന ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തെ അമലുകൾ എന്നുള്ളത് മറ്റുള്ള മാസങ്ങളിൽ അള്ളാഹു മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ യുദ്ധം ചെയ്യുന്നു, അതിനേക്കാൾ ശ്രേഷ്ഠമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഒക്കെ പ്രാധാന്യമുണ്ട്. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി സുമ്മ ലം യർജി മിൻ ദാലിക ബിശൈഇൻ. എന്നാൽ ഒരു മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി പോയി, യുദ്ധത്തിൽ മരിച്ചു, അവന്റെ സമ്പത്തും അവന്റെ ശരീരവും ഒക്കെ ചെലവഴിച്ച് രക്തസാക്ഷിയായാൽ അവനാണ് ഖൈർ. നല്ല യുദ്ധകളത്തിലേക്ക് പോയി യുദ്ധം ചെയ്ത് തിരിച്ചു വന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് നന്മകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ദുൽഖഅദയുണ്ട്, ദുൽഹിജ്ജയുണ്ട്, മുഹറമുണ്ട്, റജബുണ്ട്. ഈ മാസത്തിലെ നന്മകൾക്ക് പ്രത്യേകം സ്വീകാര്യതയാണ്. ഈ മാസങ്ങളിൽ നമ്മുടെ തിന്മകൾ അതിഗൗരവമുള്ള മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഹജ്ജിന് വേണ്ടി ഹാജിമാരെല്ലാം പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദുൽഹിജ്ജ 8-നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നഖമെല്ലാം വെട്ടി, ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, ബലികർമ്മത്തിന് വേണ്ടി തയ്യാറായ ആളുകൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നഖങ്ങളൊക്കെ വെട്ടി, മുടികളെല്ലാം മുറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ദുൽഹിജ്ജയിലെ നമ്മുടെ അറിവ് കഴിയുന്നത് വരെയുള്ള ഈ 1 മുതൽ നമ്മുടെ അറിവ് കഴിയുന്നത് വരെയുള്ള സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് നമ്മളൊക്കെ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം. വല്ലാത്ത ഉന്മേഷത്തിന്റെ ഒരു മാസം, വല്ലാത്ത ആഹ്ലാദത്തിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വർഗീയ ലോകത്തേക്കുള്ള മുന്നേറ്റത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ. ഒരാൾക്ക് പലരും ചോദിക്കാറുണ്ട്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ദുൽഹിജ്ജ 10-ന്റെ അന്ന് നോമ്പെടുക്കാൻ പാടില്ല. കാരണം ദുൽഹിജ്ജ 10 എന്നുള്ളത് യൗമുൻ നഹർ, അത് പെരുന്നാളിന്റെ ദിവസമാണ്, അറവിന്റെ ദിവസമാണ്. ആ ദിവസത്തിൽ പെരുന്നാളിന്റെ സുദിനത്തിൽ സന്തോഷത്തിന്റെ വേളയിൽ നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്, പാടില്ലാത്ത നിഷിദ്ധമായ കാര്യമാണ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ഒരാൾക്ക് നോമ്പെടുക്കാം. കാരണം അമലുകൾ വർദ്ധിപ്പിക്കണമെന്ന കൂട്ടത്തിൽ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും നോമ്പെടുക്കാമല്ലോ. ആ നിലക്ക് ദുൽഹിജ്ജ 9 വരെ നോമ്പെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9-ലെ നോമ്പ് യൗമു അറഫ, അറഫ നോമ്പ്, സോമ അറഫ, അറഫ നോമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നോമ്പിന്റെ മഹത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ഒക്കെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ പാപങ്ങൾ കൊടുക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോമ്പിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണം. മറ്റുള്ള കർമ്മങ്ങൾക്കും ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അറഫ നോമ്പ് നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. പലരും ഇപ്പൊ ഈ ഒരു വർഷത്തെ നമ്മൾ നോമ്പിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യൗമ അറഫയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ ബുധനാഴ്ച അവരെ സംബന്ധിച്ചിടത്തോളം യൗമ അറഫ എന്നുള്ളത് ചൊവ്വാഴ്ചയായിട്ട് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൗമ അറഫ ദുൽഹിജ്ജ 9 നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ചയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭൂരിഭാഗം ഉലമാക്കളും അതിന് അഭിപ്രായം നൽകിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ചുകൊണ്ടാണ് ആ നോമ്പ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. യൗമ അറഫ, അറഫ ദിവസത്തിലെ നോമ്പ് എന്നതാണ്.
അതല്ലാതെ ഹാജിമാരെല്ലാവരും പിന്നെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. യൗമ അറഫ ദിവസത്തിനാണ് പ്രാധാന്യം. യൗമ അറഫ ദിവസം എന്നുള്ളത് ദുൽഹിജ്ജ 9. അപ്പൊ മാസം നമ്മൾ കണക്ക് നോക്കേണ്ടത് പിന്നെ സൗദി അറേബ്യയിലെ കണക്കനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ക് സ്വീകരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പല വിഷയങ്ങളിലും അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കും. പല വിഷയങ്ങളിലും ഒരുപാട് അബദ്ധങ്ങൾ ആ രൂപത്തിൽ സൗദിയെ നോക്കിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ സ്വീകരിച്ചാൽ വരും. അതുകൊണ്ട് തന്നെ സൗദിയിലെ വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാവരും നൽകിയിട്ടുള്ള ഫത്വ എന്നുള്ളത്, അവർക്ക് ഒരു ചോദ്യം വന്നു, ഹൽ യുത്തബഉ ഫീ സിയാം യൗമി അറഫ തഖ്വീം المملكة العربية السعودية أم يكون صوم بحسب رؤية كل بلد. പിന്നെ ലജനത്തുൽ ദാഇമിയോട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉയർന്നിരിക്കുന്നു. അറഫ നോമ്പിൽ സൗദി അറേബ്യയുടെ കണക്കാണോ പിന്തുടരേണ്ടത്, അല്ലെങ്കിൽ ഓരോ നാട്ടുകാരുടെയും സ്വന്തം നാട്ടിലെ ചന്ദ്രക്കണക്കനുസരിച്ച് ദർശനം അനുസരിച്ചിട്ടാണ് നോമ്പ് നോക്കേണ്ടത്? അതിന് അവിടുത്തെ ഉലമാക്കൾ തന്നെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ ഓരോ വായിച്ചു തരാം. ഫഖദ് ബയ്യന കസീറു മിൻ അഹ്ലിൽ ഇൽമി അന്ന അൽ-ഇബ്റത ബിറുയതി കുല്ലി ബലദ് വഅന്ന അഹ്ല കുല്ലി ഖുത്ബിൻ യഅമലൂന ബിറുയതിഹി. പല പ്രമുഖന്മാരായ പണ്ഡിതന്മാരും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഓരോ നാട്ടുകാരും അവരവരുടെ ചന്ദ്ര ദർശനം അനുസരിച്ചിട്ടാണ് അവർ പിന്നെ പിന്തുടരേണ്ടത്. എന്തുകൊണ്ട്? അത് നമുക്കൊരു തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നിങ്ങൾ നോമ്പിന്റെ വിഷയത്തിലോ മറ്റുള്ള കർമ്മങ്ങളുടെ വിഷയത്തിലോ സൗദിയിലേക്കോ മറ്റുള്ളിടത്തോ എങ്ങനെയാണ് നോക്കാനുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? ഓരോ നാട്ടിലെയും ദർശനം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ പിന്നെ നോമ്പ് നോക്കേണ്ടത്. ചന്ദ്രനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാസം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അസൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ. ജനങ്ങൾ എപ്പോഴാണ് നോമ്പെടുക്കുന്നത്? ആ ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം. ജനങ്ങൾ എപ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? ആ ദിവസത്തിൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അറഫ നോമ്പ് നമ്മൾ എടുക്കേണ്ടത് അവിടെ ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന പിന്നെ ആ ഒരു ദിവസത്തിലല്ല. പലപ്പോഴും പല ആൾക്കാരും അവരോടുള്ള ഐക്യദാർഢ്യം അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞില്ല. യൗമു അറഫയിൽ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൗമു അറഫ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദർശന പ്രകാരം ബുധനാഴ്ചയായിട്ടാണ് വരുന്നത്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ഇദഖ്തലഫത്തിൽ മതാലിഉ ഫലികുല്ലി ബലദിൻ റുയതുഹും. ചന്ദ്ര ഉദയ സ്ഥലങ്ങളിൽ ചന്ദ്രോദയ സ്ഥലങ്ങൾ വ്യത്യസ്തമായാൽ പിന്നെ ഓരോ നാട്ടുകാരും അവരുടെ ദർശനത്തെയാണ് പിന്തുടരുന്നത്. അവരുടെ നാടിനെയാണ്, ആ നാട്ടുകാരുടെ ദർശനത്തെയാണ്. ഇപ്പൊ സൗദിയിൽ എന്ത് ചെയ്തു? കണ്ടു, നമ്മൾ കണ്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നാളെയാണ് ദുൽഹിജ്ജ 1. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് പിന്നെ ദുൽഹിജ്ജ 1. അവർക്ക് പിന്നെ പെരുന്നാൾ ബുധനാഴ്ചയായിട്ട് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ അതായത് ദുൽഹിജ്ജ 10 യൗമുൻ നഹർ വ്യാഴാഴ്ചയായിട്ട് വരും. ഇങ്ങനെ ചന്ദ്രത്തിന്റെ പ്രശ്നത്തിൽ മാസം കാണുന്ന വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ നാട്ടുകാരുടെ ദർശനം അനുസരിച്ചിട്ടായിരിക്കണം പിന്തുടരേണ്ടത്. ഇത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ഫത്വയാണ്. فلا ينبغي للمسلمين أن يثير الفتنة والنزاع بين المسلمين بل يلتزموا بجماعة المسلمين وعلمائهم. ഓരോരുത്തരും മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തർക്കം വന്നാൽ, വിഭാഗീയത ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, കൂടുതൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ വിഭാഗീയതയോ ഒന്നും ഉണ്ടാക്കാതെ ഈ ഇത്തരം വിഷയങ്ങളിൽ നാട്ടിന്റെ ജമാഅത്തിനെയാണ്, അല്ലെങ്കിൽ നാട്ടിലെ പണ്ഡിതന്മാരെയാണ്. ഒരു നാട്ടിൽ എല്ലാവരും അവരുടെ കണക്കനുസരിച്ച് അവിടെ കണ്ട, ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ട ദർശന പ്രകാരം പിന്നെ നമ്മൾ ഏത് ദിവസമാണോ ദുൽഹിജ്ജ 9 വരുന്നത് ആ ദിവസത്തിൽ നോമ്പെടുക്കുമ്പോൾ കുറച്ചാളുകൾ മാത്രം പിന്നെ മാറി നിൽക്കുക എന്നുള്ളത് അത് ശരിയായ നിലപാടല്ല എന്നാണ് സൗദി അറേബ്യയിലെ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയുടെ പിന്നെ ദർശനപ്രകാരം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ എല്ലാ കർമ്മങ്ങളുടെ വിഷയത്തിലും ആ രൂപത്തിൽ നമ്മൾ പിന്തുടരണം. അങ്ങനെ പിന്തുടർന്നാൽ ഒരുപാട് അപാകതകൾ നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാകും. മഗ്രിബ് ചിലപ്പോൾ മഗ്രിബിൻ്റെതല്ലാത്ത സമയത്ത് നിസ്കരിക്കേണ്ടി വരും. ഇഷായിൻ്റെതല്ലാത്ത സമയങ്ങളിൽ നിസ്കരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നു അല്ലെ, പിന്നെ 2-2.5 മണിക്കൂറിന്റെ വ്യത്യാസമാണ് ഉള്ളത് എങ്കിൽ പോലും 24 മണിക്കൂറിന്റെ വ്യത്യാസമുള്ള എത്രയോ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ ഐക്യദാർഢ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പലരും രാത്രി നോമ്പെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഉലമാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സൗദിയിലെ കാഴ്ച പ്രകാരം അതിനെ എല്ലാം നിങ്ങൾ പിന്തുടരേണ്ടത് നമ്മുടെ നാട്ടിലെ ദർശന പ്രകാരം
നാട്ടിലെ ജമാഅത്തും നാട്ടിലെ പണ്ഡിതന്മാരും എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, ആ നിലപാടിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു ഫിത്ന നമ്മൾ ഉണ്ടാക്കരുത്. മാത്രമല്ല നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ബാത്തിലാക്കി കളയരുത്. ദീനിനെ ശരിയായ രൂപത്തിൽ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സത്യം മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.